അങ്ങനെ കമ്പനിയിൽ നിന്ന് കുളിച്ച് മാറ്റി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചാണ്ട് ഇറങ്ങിട്ടോ. നമുക്ക് അടുത്ത ലോഡ് റെഡി ആയിട്ടുണ്ട്. നാസിക്കിൽ നിന്നാണ് ലോഡ്. ഇവിടെ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട് നാസിക്ക്. നാസിക്കിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്കാണ് ലോഡ് റെഡിയായത്. നമ്മൾ ഇന്നലെ രാത്രി വന്ന വഴിയാട്ടത്. രാത്രി അതിനൊന്നും കണ്ടിട്ടില്ല. പകൽ കണ്ടപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി മനസ്സിലായത്. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ വിട്ട് ഒരു ഉച്ചയായപ്പോൾ ഒരു ബിസ്ക്കറ്റ് മാത്രം വാങ്ങി കഴിച്ച് ഒരു 100 കിലോമീറ്റർ കാട്ടിലൂടെ മാത്രം ഓടി പിന്നെ ഹൈവേ കയറി. അങ്ങനെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ നാസിക്കിലെത്തി. ബ്രിഡ്ജിൽ വണ്ടി തൂക്കി പിന്നെ ലോഡ് കയറ്റാൻ നേരെ വെച്ചു കൊടുത്ത്. ഈ കാണുന്ന ഉള്ളിയാട്ടോ നമുക്ക് കയറ്റാനുള്ളത്. ഇത് മൊത്തം നമ്മളെ വണ്ടിയിൽ കയറ്റാനുള്ള. അങ്ങനെ അമ്മക്ക് വിശന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഉള്ളി പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടോ. അങ്ങനെ നമ്മളൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മുട്ട ബിരിയാണി കേട്ടോ. ഇന്ന് ലോഡ് ഫുള്ള് കയറ്റി കഴിയില്ല, അതുകൊണ്ട് ബിരിയാണി തിന്ന് ഇവിടെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഫ്രഷായി നമ്മളവിടെ തന്നെ കിടന്നുറങ്ങി. രാത്രി നല്ല ഒടുക്കത്തെ തണുപ്പേന് കേട്ടോ. നല്ല ഉഷാറായിട്ട് ഉറങ്ങി. അങ്ങനെ രാവിലെ എണീച്ച് ഫ്രഷായി. ഇത് ഇന്നലെ രാത്രി ഏകദേശം ലോഡായിട്ടുണ്ട്. ബാലൻസ് ഒരു 5 ടന്നും കൂടി ഉണ്ട്. അത് വൈകുന്നേരം റെഡി ആവുള്ളൂ. അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകുന്നേരം ആയപ്പോൾ പായും കയറൊക്കെ ഇട്ട് ലോഡ് കെട്ടി വെയിറ്റ് ബ്രിഡ്ജ് തൂക്കി മുട്ടക്കറിയും ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മൾ നേരെ വിട്ട്. അങ്ങനെ അവിടുന്ന് പമ്പിൽ കയറി ഡീസലൊക്കെ ഫുള്ളാക്കി വെള്ളമൊക്കെ നിറച്ച് നേരെ വിട്ട്. 1 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ സൈഫാനെ വിളിച്ച് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നോക്കുമ്പോൾ വണ്ടി ഏകദേശം ശങ്കോളെത്തിയിട്ടുണ്ടോ. അവിടുന്ന് ഞാൻ പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വണ്ടി ഞാനെടുത്ത്. ഉച്ചക്ക് വിശന്നപ്പം പിന്നെ സൈഡാക്കി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബിരിയാണി ഉണ്ടാക്കാൻ സുഖമാണ്, അതുകൊണ്ടാണ് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കണത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വിട്ട് വൈകുന്നേരം ഹുബ്ലി എത്തി. ഒരു ചായയൊക്കെ കുടിച്ച് രാത്രി 2 മണിയാകുമ്പോൾ ചെറുത്തുമ്പിലൊരു വണ്ടി പറഞ്ഞ് ഉറങ്ങിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ഞാൻ സൈഫാന് വണ്ടി കൊടുത്ത് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നോക്കുമ്പോൾ വണ്ടി മംഗലാപുരം എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി കേരളത്തിലെത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കേരളത്തിലെത്തി പൊറാട്ടയും മത്തിക്കറിയൊക്കെ കഴിച്ച് ആ ഹോട്ടലിൽ നിന്ന് കുളിച്ച് മാറ്റി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ പള്ളിയിൽ പോകണം. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ വെച്ച് പള്ളിയിലൊക്കെ പോയി അങ്ങനെ അവിടുന്ന് വിട്ട്. രാത്രി ഏകദേശം ഒരു 12 മണിയായപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ എത്തി. വണ്ടി സൈഡാക്കി കിടന്നുറങ്ങിട്ടോ. രാവിലെ ആയപ്പം പാർട്ടി വിളിച്ച്. അങ്ങനെ നമ്മൾ വണ്ടി ബ്രിഡ്ജിലൊക്കെ തൂക്കി നേരെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വണ്ടീൻ്റെ പായും കയറൊക്കെ അയച്ച് ഉള്ളിയൊക്കെ ഒന്ന് വെയിലൊള്ളിച്ച്. അവർക്ക് സാമ്പിൾ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ വണ്ടി എടുത്ത് നേരെ അവരെ കടൻ്റെ മുന്നിൽ വെച്ചെടുത്ത്. അങ്ങനെ സാമ്പിൾ നോക്കി നല്ല ഉള്ളിയാണെങ്കിലേ വല്ല അവിടെ ഇറക്കുള്ളൂ പറഞ്ഞു. നല്ല ഉള്ളിയായപ്പം നമ്മളെ വണ്ടി ഉള്ളിലേക്കിട്ട് ഓരോരോ വണ്ടി വന്ന് ലോഡാക്കി പോയി. ബാക്കി ഉള്ളി അവിടെ തന്നെ ഇറക്കി. അങ്ങനെ നമ്മളെ വണ്ടി ലോഡിറക്കി കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ശരി എന്നാൽ.